ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും വണക്കം, അന്തരിക്ക് നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗെറ്റ് റെഡി വീഡിയോസ് ഷോർട്സിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ എന്തെങ്കിലും പാട്ട് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനാണ് നോർമലി ഇടാറുള്ളത്. അപ്പോൾ ഇതിന് മുന്നേയും അങ്ങനെ ഞാൻ ഗെറ്റ് റെഡി ആയിട്ട് ഇങ്ങനെ വ്ലോഗായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് അതിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. മേക്കപ്പ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഞാനൊരു പ്രോപ്പറായിട്ടുള്ള മേക്കപ്പ് ഒന്നും അല്ല ചെയ്യുന്നത്. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല, സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ കയ്യിൽ മേക്കപ്പ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് റിസർച്ച് ചെയ്ത് ഒരു ബേസ് ഉണ്ടല്ലോ മേക്കപ്പിന്, ആ സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ നിങ്ങൾ ഷോർട്സിൽ കാണുമല്ലോ, എൻ്റെ ഗെറ്റ് റെഡി ഷോർട്സിൽ കാണുമല്ലോ, അത് ആണ് ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ലൈക്ക് സ്പീഡിൽ പോകാതെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് എനിക്ക് റിപ്ലൈ തരാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ, ഞാനിപ്പം ഒരു റീൽ എടുക്കാനായിട്ട് പോകണേ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാ സാരി, എൻ്റെ സാരി അല്ല, അമൃതയുടെയാണ്. അമൃതയുടെ ഞാൻ ചോദിച്ചു എനിക്ക് ഒരു വീഡിയോ എടുക്കണം, എനിക്ക് ഈ സാരി വേണം. അപ്പോൾ തുടങ്ങാം. ഫസ്റ്റായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുക, എൻ്റെ വീഡിയോസ് ഈ ഷോർട്സ് കാണുന്ന ആൾക്കാർക്ക്, എൻ്റെ ഗെറ്റ് റെഡി കണ്ടിന്യൂസ്ലി കാണുന്നവർക്ക് ഐ തിങ്ക് അറിയായിരിക്കും. ഞാൻ ആദ്യമേ മിസ്റ്റ് യൂസ് ചെയ്യും. മിസ്റ്റ് അങ്ങോട്ട് ഉപയോഗിക്കാം. എനിക്ക് ആദ്യമൊക്കെ ഞാൻ ഗെറ്റ് റെഡി ചെയ്യുന്ന സമയത്ത് എനിക്ക് മോയ്സ്ചറൈസർ ഇടുന്നതും അങ്ങനെ എന്തെങ്കിലും ഫേസ് ക്രീം ഉപയോഗിക്കണം എനിക്ക് നിർബന്ധമായിരുന്നു, ഇത് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് ക്രീമും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ബോബി ബ്രൗണിൻ്റെ ഫേസ് ക്രീമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ലതാണ്, നല്ല സ്മെല്ലാണ്. ഓക്കെ. പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഷോർട്സ് ഈ ഗെറ്റ് റെഡി ചെയ്യുമല്ലോ, അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്തേക്കണ കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഐ തിങ്ക് അവർ മേക്കപ്പ് ചെയ്യാൻ അറിയാമെന്നുള്ളത് കൊണ്ട് അവർ വന്ന് പറഞ്ഞാവാം. എന്നാലും ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറയണതാണ്, എനിക്ക് സത്യത്തിൽ മേക്കപ്പ് ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ എനിക്ക് ഓക്കെ ആയിട്ടുള്ള രീതിയിൽ ഞാനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇപ്പം ഞാൻ അതിന് ശേഷം മനസ്സിലാക്കിയത് ഈ സംഭവം ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സാധനങ്ങൾ എൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഇതിലേക്ക് തുടങ്ങിയിട്ടില്ല. പക്ഷെ ഞാനൊരു വീഡിയോ ചെയ്യും ഉറപ്പായിട്ടും. ഞാൻ ഈ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം ഉപയോഗിക്കുന്ന വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. ആ കമൻസ് കണ്ടതിന് ശേഷം ഞാൻ തീരുമാനിച്ചു ഒരു വീഡിയോ ചെയ്യണമെന്ന്. ഇതിൽ നിന്ന് ഇങ്ങനെ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഇപ്പോൾ ബേസിക്കായിട്ട് ചെയ്യുമല്ലോ, ഇതെങ്ങനെയെങ്കിലും ഒരു വീഡിയോ ആക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ സാധിച്ചു. നെക്സ്റ്റ് ഇനിയുള്ള പ്ലാൻ ഇതാണ്, ഇത് ഞാൻ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത് പറയാൻ എന്താണ്, അപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസൊക്കെ കഴിഞ്ഞിട്ട് ലിപ്പിലേക്ക് പോകേണ്ടത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ലിപ്പ്, പിന്നെ ഐസ്, പിന്നെ ചീക്ക്, അങ്ങനെയൊക്കെ ഞാൻ പോയത്. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ മേക്കപ്പ് വീഡിയോ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇപ്പോഴേ ഞാൻ പറയുന്നത് ഞാൻ ചെയ്യണ മേക്കപ്പ്, ഈ ചെയ്യണ കാര്യങ്ങളൊന്നും ഒരു കറക്റ്റായിട്ടൊരു മേക്കപ്പ് വീഡിയോ ആണെന്ന് തോന്നുന്നില്ല എനിക്ക്. ഞാൻ എന്താ പറയാനായിട്ട്, എന്തായാലും ഞാൻ ഈ ചെയ്യണ കാര്യം നമുക്കിപ്പോൾ കാണാം. ഓക്കെ. ലിപ് ലൈനറിൻ്റെ ഇതിൻ്റെ ആ ഒരു മോന ഒടിഞ്ഞു പോയി. അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. നിങ്ങളെ എത്ര പേര് ഇതുപോലത്തെ മേക്കപ്പൊക്കെ, മേക്കപ്പ് എന്ന് പറയാമല്ലോ, ചുമ്മാ പറയാം. അപ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ ജസ്റ്റൊക്കെ മേക്കപ്പ് ചെയ്യണ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ ഒരു ഫ്ലോയിലങ്ങ് പോയി. ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക്ക്, ഷാർലറ്റ് ടിൽബറിൻ്റെ പില്ലോ ടോപ്പ് മീഡിയം, അതാ ഷെയ്ഡ്.
ഇങ്ങനത്തെ കളറാണ്. ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു ലൈനർ നല്ല ഡാർക്ക് ആയതുകൊണ്ട് ഇവിടെ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ എൻ്റെ ഒരു ഇത് പറയാനാണ്, എനിക്കിഷ്ടപ്പെട്ടു. അറ്റങ്ങളുണ്ടല്ലോ ചുണ്ടിൻ്റെ, അതെല്ലാം നല്ലപോലെ ഇതിൻ്റെ ഇങ്ങനെ നന്നായി കൊടുക്കുക. ഏകദേശമൊക്കെ ആയി. ഇനി എന്തോ ചെയ്യാം, അടുത്തതിന് കണ്ണിലേക്ക് കിടക്കാം. ഐ ഷാഡോ ആണ്. ഇന്നൊരു ഐ ഷാഡോ യൂസ് ചെയ്യാം, കാരണം ഇത് ഭയങ്കരമായിട്ടൊരു ഗ്ലോസി പോലെ ഉണ്ട്. ഈ ഇവിടെ അകത്തിരിക്കണോണ്ട് ഒരു രസമില്ല, പുറത്ത് പോകുമ്പോൾ നന്നായിരിക്കും. ഓക്കെ, ഇതിൽ നമുക്കിപ്പം ഈ കളർ ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ബ്രഷും കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. എല്ലാം അയ്യോ ബ്രഷ് പക്ഷേ നമ്മളിപ്പോൾ ഒന്നും ഉപയോഗിക്കുന്നില്ല, കാരണം എനിക്ക് ശീലമില്ല. നല്ല സാധനമുണ്ട്. ബെല്ല സോഫിയ ഷെയ്ഡ് പറഞ്ഞതാണ്. കുറച്ച് തിളക്കമൊക്കെ ആകാം, കുറച്ചൊക്കെ തിളങ്ങാം. ഐ ഷാഡോ ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ഐലൈനർ പ്ലസ് കാജൽ. ഇനി അതാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഷോർട്സ് ആദ്യം ചെയ്യണ സമയത്ത് ലാക്മീൻ്റെ ലിക്വിഡ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഈ ഇങ്ക് ഐലൈനർ ഉണ്ടല്ലോ, സോ അതൊന്ന് ട്രൈ ചെയ്യാൻ. ഇത് ബോബി ബ്രൗണിൻ്റെ കാജലും ഉണ്ട്, ഐലൈനറും ഉണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് ഐസ് വാട്ടർ ലൈൻസ്, കണ്ണിൻ്റെ വാട്ടർ ലൈൻസ് ഫില്ല് ചെയ്യാം. ഈ ഒരു പോർഷനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. വരച്ചു, ഒരുവിധം വരച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വാട്ടർ ലൈൻസ് എല്ലാം സെറ്റാക്കി. ഇങ്ങനെ കാജൽ ഇങ്ങനെ വാട്ടർ ലൈനിൽ വരയ്ക്കുമ്പോൾ ഈ മുകളിലൂടെയൊക്കെ നിങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രമിക്കൂ, നല്ലതായിരിക്കും. കാരണം ഞാൻ ഇടയ്ക്കൊക്കെ ശ്രമിക്കാറുണ്ട്, കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ദിവസം തട്ടിയിട്ടുണ്ട്. ഇനിയാണ് ഐലൈനർ യൂസ് ചെയ്യുന്നത്, ഇങ്ക് ഐലൈനർ. ഞാൻ മറ്റേ ബ്രഷിൻ്റെ യൂസ് ചെയ്യണ സമയത്തും ഭയങ്കര ലൈൻ ഇങ്ങനെ അങ്ങ് വരച്ച് പോകാറുണ്ട്. മീൻസ് ഇത് സൂക്ഷിച്ച് വരയ്ക്കണം. ഇതിലെനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, ട്രൈ ചെയ്യാം. ഞാൻ ഷോർട്സിൽ ഒരുപാട് വീഡിയോസാണ് നല്ല രസമായിട്ട് ഇങ്ങനെ ഐലൈനറൊക്കെ നല്ല രസമായിട്ട് വരയ്ക്കുന്ന. കണ്ണൊക്കെ ഏകദേശം എങ്ങനെയൊക്കെയോ വരച്ചു. സത്യമായിട്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര ചിരിച്ച് റെഡിയാവും. കാരണം ഞാൻ വരയ്ക്കുന്ന കണ്ടിട്ടും ഞാൻ പറയുന്നത് കേട്ടിട്ടും. ഈശ്വര, ഇനി എന്താണ് അടുത്തതെന്ന് പറയുമ്പോഴും ഇനി എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടത് ഞാൻ ഓപ്പണായി പറയാം. ഐബ്രോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട് കാണാനുണ്ട്. കാരണം ഇന്നലെ അത് ഷേപ്പ് ചെയ്തത്. അപ്പോൾ കുറേ നാളിന് ശേഷം ബ്ലഷ് ഉപയോഗിക്കാം. ഈ ബ്ലഷിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിച്ചു, റെയർ ബ്യൂട്ടീൻ്റെ ഏത് ബ്ലഷാണ് ഉപയോഗിക്കുന്നതെന്ന്. സീരിയസ്ലി ഇതെനിക്ക് അമൃത ഗിഫ്റ്റ് ചെയ്തതാണ്. ഹാപ്പി കുറച്ച് ഉപയോഗിച്ചാൽ മതി, ഭയങ്കര തിളക്കമാണ്. ഈ കൈ ഉപയോഗിച്ച് ഇങ്ങനെ ബ്ലഷ് ഇടുന്നത് മനസ്സിലൊരു തൃപ്തി എന്ന് പറയില്ല, അത് ബ്രഷ് വെച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കും. അപ്പോൾ അത് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടല്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ കൂടിപ്പോയിട്ടുണ്ടായിരിക്കാം, കാരണം ഇതിലും എനിക്കൊരു ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരുപാട് ഞാൻ മുന്നേ ഇങ്ങനെ തേക്കും. ബ്ലൂ കളർ സാരി, ബ്ലൂ വേണോ ബ്ലാക്ക് വേണോ? ബ്ലൂ വെച്ചാൽ എങ്ങനെയാണെന്ന് നോക്കാം. കൊള്ളാമോ?
ബ്ലാക്ക് കൂടെ വെച്ച് നോക്കാം. ബ്ലാക്ക് കളർ, ബ്ലാക്ക് ലവേഴ്സ്. ഈ ബ്ലാക്ക് ഇഷ്ടമാണ്. ബ്ലാക്ക് കുറച്ച് കൊള്ളാം. ഫൈനലി ചെയ്യാം ബ്ലാക്ക്. ഭയങ്കര മാച്ചിങ് ആയിട്ട് പൊട്ട് വയ്ക്കുക ഭയങ്കര എനിക്കിഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഇതിഷ്ടപ്പെട്ടു, അപ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോകാം. അയ്യോ, ഇനിയുള്ള കാര്യം നിങ്ങൾ കാണേണ്ടത് വള, കമ്മൽ, 2 കാര്യം കൂടെ ഉണ്ട്. സീരിയസ്ലി ഞാൻ ഈ കുപ്പികളെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ റീൽസ് ചെയ്യുന്ന സമയത്ത് സാരിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയം മുതലാണ് കുപ്പിവള കുഞ്ഞിലെ എന്താ ഇട്ട ഓർമ്മയുള്ള, അതിനുശേഷം അങ്ങനെ ഇട്ടിട്ടില്ല. ഈ റീൽസിൻ്റെ ഇതൊക്കെ വന്ന സാരി ഒക്കെ എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് വന്ന സമയത്ത് കുപ്പിവള ഒരുപാട് കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അന്ന് സ്റ്റാർട്ടിങ് മുതലുള്ള എല്ലാ വളയും എല്ലാ കാര്യം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. സോ ആ സമയം മുതൽ എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടം ഇതിൻ്റെ അടുത്തുണ്ടായി. അപ്പോൾ ആ സമയത്തുള്ള വളയും ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ എവിടെ പോയാലും ഞാൻ വാങ്ങിക്കും. കൂടുതലായിട്ടും ഞാനിങ്ങനെ വള കൂടുതലായിട്ടും വാങ്ങുന്നത് മധുരയ്ക്ക് പോണ സമയത്താണ്. അവിടെ മീനാക്ഷി അമ്മൻ ടെമ്പിളിൽ പോണ സമയത്ത് ഒരുപാട് കടയുണ്ട്, ഒരുപാട്. അപ്പോൾ ഇങ്ങനെ ഡ്രസ്സിൻ്റെ എന്തെങ്കിലും ഫോട്ടോസ് എന്തെങ്കിലും ഫോണിലുണ്ടായിരിക്കും, അപ്പോൾ അത് കാണിച്ചിട്ട് കറക്റ്റ് ഒരു കളർ വാങ്ങിക്കും. പിന്നെ നമുക്ക് വേറെ എന്ത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാം. ഞാൻ അല്ലാതെ ഇപ്പോൾ ഇടാറുണ്ട് ഇങ്ങനെ ചുമ്മയൊക്കെ വീഡിയോ ചെയ്യണം മാത്രമല്ല, പുറത്തുനിന്നും കൂടെ അങ്ങനെ ഇടാറുണ്ട് ഇങ്ങനെ ട്രഡീഷണൽ വെയറെല്ലാം ഇടണ സമയത്ത് അങ്ങനെ. അപ്പോൾ നമുക്ക് വള ഇടാം. ഓക്കെ, ഈ വള ഇടാനായിട്ട് കുറച്ച് പ്രയാസമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, അന്ന് മുതലുള്ള ആ ഒരു സൈസിനുള്ളതും പിന്നെ ഈ റീസെൻ്റ്ലി വാങ്ങിച്ചതെല്ലാം കൂടെ മിക്സ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിനെ ഈക്വലായിട്ട് വെച്ച് ഇടുമ്പോൾ തന്നെ കുറച്ച് സമയം എടുക്കും. കുറച്ച് വെയിറ്റ് ചെയ്യും. അയ്യോ, ഇങ്ങനെ കുപ്പി വള ഇടുന്ന സമയത്ത് കയ്യിൽ വെച്ച് കൂട്ടിയിട്ടുണ്ട്, എവിടെയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ട് വളയുടെ ശബ്ദം കേൾക്കാൻ, അതുപോലെ തന്നെ വള. പിന്നെ ഈ ഒരു കമ്മലാണ് ഇതിൻ്റെ കൂടെ ഇടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ ഒരു കമ്മൽ നിങ്ങൾ ഒരുപാട് എൻ്റെ ഷോർട്സിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് ഇതുമായിട്ട് ഒരു മാച്ചുണ്ട്. ഇപ്പോൾ ഈ സാരി ആണെങ്കിൽ കൂടി നല്ല രസമുണ്ട് കാണാനായിട്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതും പറഞ്ഞ പോലെ റീൽസൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊരു 3 years ഒക്കെ ആയിട്ട് പഴക്കമുണ്ട്. സോ അത്രത്തോളം ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ഡ്രസ്സാണെങ്കിൽ കൂടെ കുറേ ഉണ്ട്, മീൻസ് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള. റീൽസ് ചെയ്താണെങ്കിലും എനിക്കിഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ആയിട്ടുള്ള കാര്യം ഹെയറാണ്. അപ്പോൾ ഇനി ഹെയറാണ് അടുത്ത കാര്യം, പരിപാടി എല്ലാമായിട്ട് ഹെയറിലേക്ക് കിടക്കാം. ഹെയറിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതാണ് എന്ത് ഹെയർ കട്ടാണ് ചെയ്ത്, എന്ത് ഷാംപൂ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്, സീറം എന്താണ്, എല്ലാം ചോദിക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും എൻ്റെ ഹെയറിൻ്റെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഉണ്ടെന്ന്. കാരണം ഞാൻ കമൻസിൽ ഒരുപാട് കണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്ത് ട്രീറ്റ്മെൻ്റ് ആണോ ഹെയർ കട്ടാണോ ലൈക്ക് എന്താണെങ്കിലും എന്താണ് ചെയ്തതെന്നുള്ള എല്ലാ കാര്യവും ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. പിന്നെ കട്ട് ചെയ്തിട്ടുണ്ടോ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കുമല്ലോ. സോ എല്ലാം ഞാൻ പറയാം. ഓക്കെ, എൻ്റെ ഈ നോ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മേക്കപ്പ് അറിയാത്ത ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലേ, ഇത്രയൊക്കെ ഉള്ളൂ. സോ ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സന്തോഷത്തിലിരിക്കുക. ഓക്കെ, പിന്നെ ഞാൻ ഇങ്ങനെ എന്താ പറയാൻ
നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ കണ്ട് ലാസ്റ്റ് ഞാനിങ്ങനെ ആലോചിച്ചത് ചെയ്യാമെന്നുള്ള മലയാളം. അപ്പോൾ എല്ലാവർക്കുമൊക്കെ സന്തോഷം ആയി എന്നും കൂടെ ഞാൻ വിശ്വസിക്കുന്നതാണ്. ഓക്കെ, സോ ബൈ. ഓക്കെ, ബൈ. ഇനി കുറച്ച് പ്രഹസനമാകാം, പ്രഹസനമാകാം.